എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. തക്കാളി, കരിവേപ്പിൻ്റെ ഇല, വെള്ള പച്ചമുളക്, അതങ്ങനെ കുറച്ചൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ നിങ്ങളെന്ന് കാണിക്കണമെന്ന് മാത്രം. വേനലായതുകൊണ്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ടുണ്ടാവും. നനയ്ക്കുന്നുണ്ട്. വൈകുന്നേരത്ത് ഒരു നേരത്ത് നന കൊടുക്കും. പിന്നെ അരിക്കാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടൊക്കെ ഒഴിക്കും. തക്കാളിയൊക്കെ അത്യാവശ്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇലയിൽ മാത്രം ഒരു കീടം വന്നിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ കഞ്ഞിവെള്ളം പുളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ റോസ് ചെടി കാണിച്ചു തരുന്നുണ്ട്. കുഞ്ഞ് റോസാണിത്, ബട്ടൺ റോസ്. വളരെ ചെറിയ പൂവാണ്, 10 മണി പൂവിൻ്റെയൊക്കെ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിറയെ മുട്ട അതിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിലെല്ലാം മുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന കൊടുക്കാൻ തുടങ്ങിയപ്പം നല്ല രസമായിട്ട് മുട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പൂവൊക്കെ ഉണ്ടായിരുന്നെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഒരു കാശ്മീർ റോസിൻ്റെ തൈയാണ്. അതിലും പൂവൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി. കൊഴിഞ്ഞു പോയിട്ടൊക്കെ നിൽക്കുന്നു. ഇനിയൊക്കെ ഒന്ന് വിട്ട് കൊടുക്കണം. വിട്ട് കുറച്ച് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മുട്ടും ബ്രാഞ്ചൊക്കെ ആയിട്ട് വന്ന് നിന്നോളും. ഇതിലൊക്കെ പൂവുണ്ടായിരുന്നു അറിയാം. ഇപ്പം എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് പഴുക്കാൻ തുടങ്ങിയ പോലെയാണ്. ഇലയുടെ കളറൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കുകയുള്ളൂ. ഒരു നേരം തന്നെ നനച്ച് വൈകുന്നേരത്തൊന്ന് നനച്ചു കൊടുക്കും. അങ്ങനെ ആയിട്ട് ഉണങ്ങാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടാകും. പിന്നെ കാശ്മീരി റോസിൻ്റെ തന്നെ ഇതിലൊക്കെ പൂവൊക്കെ ഉണ്ടായി വാടി തൂങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ഇഷ്ടം പോലെ മുട്ട് വരുന്നുണ്ട്. ഇനി അതെല്ലാം വിരിയോ കരിയോ എന്നൊന്നും അറിയില്ല. ചില സമയത്ത് വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞും പോവാറുണ്ട്. പൂവ് വളരെ കുറവാണ്. ഇതിലൊക്കെ നിറച്ച് പൂവ് ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഇത് കടും കളറിലൊരു റോസാണ്. പൂവ് വലിയ വലിപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ നിറച്ച് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട കളറ് നല്ലൊരു കളറാണ്. നിങ്ങൾക്ക് ഇതിൽ നല്ല കളർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കടും ചുവപ്പെന്ന് പറയാം. അങ്ങനൊരു കളറാണ്. ഇതെനിക്ക് നഴ്സറിയിൽ നിന്ന് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ കളറ് കണ്ട് ഞാൻ വാങ്ങിയതാണ്. പൂവിൻ്റെ വലിപ്പമൊന്നും നോക്കിയില്ല, കളറ് കണ്ട് ഞാൻ എടുത്തതാണ്. ഇവിടെയൊക്കെ വാടിയിട്ട് നിൽക്കുന്നുണ്ട്, മുട്ടുണ്ടാവുന്നുണ്ട്. അതിന് തളിർത്ത് വരുന്നുണ്ട്. ഇത് റോസ് കളറിലുള്ളതിൽ മുന്നേ ഞാൻ പൂവ് നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് ഹൈഡ്രേഞ്ചത്തിൻ്റെ ചെടി എല്ലാം ഒരു സുഖമില്ലാത്ത പോലെ നിൽക്കുകയാണ്. ചെറിയ ഒരു ദിവസം 2 ദിവസം വീട്ടിൽ ആളുമില്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ വാടി തളർന്നു പോകും. പിന്നെ വന്ന് നനച്ചു കൊടുക്കുമ്പം ഒന്ന് ഉഷാറ് വയ്ക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുളക് ചെമ്പരത്തി ചെടിയൊക്കെ നിൽക്കുന്നു. ഇവിടെ മഴയൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ഒരു ദിവസം ഒന്ന് ചെറുതായി ചാറി, അത്രയേ ഉള്ളൂ. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. പിന്നെ ഇത് ഞാൻ ചെണ്ടുമല്ലിയുടെ തൈകൾ പാവിയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ പിഴുതിങ്ങനെ വരിക്കി വെച്ച് കൊടുക്കുകയാണ്. താഴോട്ട് തന്നെ ചട്ടിയിൽ വെക്കാതെ താഴെ തന്നെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 നേരം നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമായി. കുഞ്ഞ് തൈയായിരുന്നു. ഇതാണ് പിന്നെ നമുക്ക് എന്നും പൂവ് തരുന്നത്, നിത്യകല്യാണി. ഈ ഒരു കളർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ തൈ താഴെ വീണ് മുളച്ചിട്ട് കുറേ തൈ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചട്ടിക്കകത്താക്കി വെച്ചിട്ട് അതിൽ ഓരോ പൂവൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെന്നും നിറച്ച് പൂവുണ്ടാവും. പിന്നെ നമ്മുടെ മഞ്ഞച്ചെമ്പരത്തി കുറേ നാൾ പൂവൊന്നും ഇല്ലാതെ നിന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വെട്ടി വിട്ടിട്ട് കുറേ ദിവസമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നിറച്ച് മുട്ടും പൂവുണ്ട്. നല്ലൊരു കളറാണിത്. ഇത് ഞാൻ വാങ്ങിയിട്ടൊരു 2-3 വർഷം ആയതാണ്. പക്ഷേ പോയെന്ന് വിചാരിക്കും. പക്ഷേ വെട്ടി വിട്ട് കഴിയുമ്പോൾ പിന്നെ അത് നല്ല ഇതായിട്ട് വരും. കൊമ്പ് കോതിയിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു വളം, ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പച്ചച്ചാണകം കലക്കി തളിച്ച് കൊടുത്താലും മതി. ഞാൻ പച്ചച്ചാണകമാണ് കലക്കി തളിച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെ നിറച്ച് മുട്ടൊക്കെ വന്ന് 1-2 പൂ എപ്പോഴും കാണും, കൊഴിഞ്ഞു പോവും. പിന്നെ ഇതൊക്കെ നമ്മുടെ ചെണ്ടുമല്ലി ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. ഇത് ഒരു റോസ് കളർ റോസെന്ന് പറഞ്ഞാൽ ലൈറ്റ് റോസായിരുന്നു. അത് പക്ഷേ പോയില്ല എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. വേറെ ഒരെണ്ണം ഓറഞ്ച് കളറുള്ള റോസ് പഴുത്തു പോയി അത് ചെടി. ഇതിൻ്റെ ഇടയിൽ കൂടെ തുളസി തൈയൊക്കെ കിളിച്ച് വന്നതാണ്. അപ്പോൾ ഞാനതൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഉണക്ക് സമയത്ത് നമുക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്തൊക്കെ തുളസിയുടെ ഇലയൊക്കെ ആവശ്യമുള്ളപ്പോൾ അറക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് കളയാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ വെള്ള റോസ്, അത് ഞാൻ കുറ്റിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു വെയിൽ വെട്ടുമ്പോഴത്തേക്ക് എല്ലാം ഇതൊക്കെ ഇനി വെട്ടിക്കളയാറായിട്ടുണ്ട്. കുറച്ച് ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലെപ്പോഴും ഒരു പൂവെങ്കിലും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു തെച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു പോലെ പൂവ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ
പൂവ് ഇങ്ങനെ ഓരോ ദിവസം അത് കുറേ ദിവസം നിൽക്കും. ഈ ഒരു കൊലപ്പൂവ്, ഒരു കൊലപ്പൂവ് തന്നെ കുറേ ദിവസങ്ങളായിട്ട് വിരിഞ്ഞാൽ നിൽക്കും. ഇതിപ്പോൾ ഇതിൽ അത്യാവശ്യം പൂവൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ തളിർത്ത് വരുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമയിലും പൂവൊന്നും അധികമില്ല. അത് ചട്ടിയിൽ വെച്ചുകൊണ്ടാണ് എന്താ അറിയില്ല, മെലസ്റ്റോമയിൽ പൂവ് കുറവാണ്. പിന്നെ നമ്മുടെ മരമുല്ല, ഇത് ഇടയ്ക്കൊക്കെ പൂവുണ്ടാവും, കുറവാണ്. പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞിരിക്കുകയാണ്. ഇത് അവിടെയൊക്കെ ഓരോന്ന് നിൽക്കുന്ന അത്രയേ ഉള്ളൂ. നല്ല മണമാണ് ഇതിൻ്റെ പൂവിന്. ഇത് വലുതാവാൻ തുടങ്ങി. ഇതൊക്കെ ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി നിലത്ത് വെക്കണോ എന്താണെന്ന് അറിയില്ല വലുതായതിനു ശേഷം, അല്ലെങ്കിൽ വെട്ടി കൊടുക്കണം. ഇത് നമ്മുടെ ഡെയ്സി പൂവ്. അതിലും കുറച്ച് പൂവൊക്കെ തന്നെയുള്ളൂ. കുറേ ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. 4 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. പക്ഷേ നിറച്ച് തൈ അതിൻ്റെ ചുവട്ടിലുണ്ട്. ഇതൊക്കെ ചെണ്ടുമല്ലിയുടെ തന്നെയാണ്. ഞാൻ ഒരു ചട്ടി ഉള്ളപ്പോൾ ഒരു 3-4 തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കൊടുത്തതാണ്. എന്നാലും അതിൽ പൂവൊക്കെ ഉണ്ടായി ഇതാ വിത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ മഞ്ഞ 10 മണി. മഞ്ഞ 10 മണിയിൽ 2-3 പൂവൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വലിപ്പമുണ്ട് ഈ പൂവിന്. ഇത് എന്താ കാശിത്തുമ്പ, കാശിത്തെച്ച്, കാശിത്തുമ്പ എന്നൊക്കെ പറയും. ഈ ഒരൊറ്റ കളർ അതിൻ്റെ അടുത്തുള്ളൂ. കുറേ തൈകളുണ്ടായിരുന്നതാണ്. എങ്ങനെ ഒരെണ്ണം വീണ് മുളച്ച് രണ്ടാമത് കിട്ടിയതാണ്. ഇത് മുല്ല, എല്ലാവർക്കും അറിയാലോ മുല്ല. നമ്മുടെ സാധാ മുല്ല അല്ല, കട്ട മുല്ലയാണ്. ചെറിയൊരു റോസിൻ്റെ അത്രയും വലിപ്പം കാണും. ഇത് ഇതുവരെ പൂത്തിട്ടില്ല. ഇത് വെട്ടി ആരോ കളഞ്ഞ സമയത്ത് ഞാനതെടുത്ത് ഇതിനകത്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ നന്ദ്യാർവട്ടം, വെള്ള ചെറിയ കുഞ്ഞ് നന്ദ്യാർവട്ടം, ഇത് കുറേ നാളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഒന്നിലും ഇപ്പോൾ പൂവൊന്നുമില്ല. അതൊക്കെ പിന്നെ 10 മണിയുടെ കൂടെ തുളസി തൈയൊക്കെ മുളച്ച് നിൽക്കുകയാണ്.